ഓയിൽ തീർന്നു തുടങ്ങി കേട്ടോ. ഇനി ഇതാ കുറച്ചേ ഉള്ളൂ ഓയിൽ ഉണ്ടാക്കണം. അടുത്ത് ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഉണ്ടാക്കലൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ വീടിൻ്റെ അടുത്ത് ഇപ്പം ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഞാൻ ഓടി വന്നതാണ്. കഴിഞ്ഞ ആഴ്ച വന്ന് അവർ ഓയിൽ വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ ഒരു ബോട്ടിലും കൂടി വേണമെന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ഫോൺ നമ്പർ അതിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ ഓടി വന്ന് വീടിൻ്റെ അടുത്തായത് കൊണ്ടാണ് അതിനൊക്കെ നമുക്കൊരു സൗകര്യം. ഓടി വന്ന് ഞാൻ എടുത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ അവരെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇത് എൻ്റെ പാട്ടും എൻ്റെ ഈ വർത്താനവും ഒക്കെ കേട്ടിട്ട് അവരെന്നോട് ചോദിക്കുക, ഇതിനൊക്കെ എങ്ങനെ ഒരു ധൈര്യം വന്നതോ തനിക്ക് ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടിയിരിക്കണേന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഞെട്ടിയിരിക്കണേണ് ആ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഓരോത്തിനും ഓരോ സമയമുണ്ട്. അപ്പോൾ എൻ്റെ ടൈം ഇപ്പോഴായിരിക്കും. അപ്പോൾ ആ സമയം നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമുക്ക് തുറക്കുന്ന വാതിലുകൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇടവും വലവും ഒന്നും നോക്കരുത്. പിന്നെ നമ്മളങ്ങ് വെച്ച് പിടിച്ച് പോവുക. പക്ഷേ അതിനൊക്കെ ഒരു ധൈര്യം എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും ഒരുപാട് പേര്. ഇപ്പം നമ്മുടെ ഇവിടെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഈ വീടിൻ്റെ അടുത്ത് എനിക്ക് ബിസിനസ് കിട്ടുമെന്നോ ഞാനത് ബിസിനസ് പിടിച്ചെടുക്കുമെന്നോ ഒന്നും ഞാൻ എന്ന് വെച്ചാൽ അങ്ങോട്ട് മലമറിച്ചെന്നല്ല കേട്ടോ പറയണം. ഒരാളെങ്കിലും ഇപ്പം നിങ്ങൾ തന്നെ രണ്ടാമത് വന്നില്ലേ ഇവിടെ 2 ആഴ്ചക്കുള്ളിൽ. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എന്താണ് ഒരു നാഷണൽ അവാർഡ് കിട്ടുന്ന പ്രതീതിയാണ് എനിക്ക് അങ്ങനെ ഒരാൾ വീണ്ടും രണ്ടാമതും വന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എല്ലാവരോടും നന്ദി പറയണേ കേട്ടോ. നന്ദി പറയാണ്ട് എനിക്കൊരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് വരുന്നവരായത് കൊണ്ടിട്ടേ നമുക്കൊരു ബാക്ക് സപ്പോർട്ടെന്നോ ഫ്രണ്ട് സപ്പോർട്ടെന്നോ പറയാനായിട്ട് ആരും ഇല്ലാണ്ട് നമ്മൾ തുടങ്ങിയ ഒരു നമ്മളെ ആൾക്കാർ അത് 2 കൈ നീട്ടി സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കണേന് കേട്ടോ. മൂകാംബിക കാച്ചി എണ്ണയുടെ അപ്പോൾ എല്ലാവരും എനിക്ക് തരുന്ന ഈ സപ്പോർട്ടിന് ഞാൻ ഒരുപാട് നന്ദി. എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം യൂട്യൂബിൽ കൂടി. ചിലപ്പോൾ പൊട്ടത്തരങ്ങളൊക്കെ വരും, എന്നാലും അതൊക്കെ എല്ലാവരും അത് ക്ഷമിക്കണം കേട്ടോ. എന്താ പറയണതെന്ന് ചിലപ്പോൾ ഒന്നും ബോധമൊന്നും ഉണ്ടാവില്ല. കൂടുതൽ ആലോചിച്ച് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഇത് ചെയ്യും. പിന്നെ അധികം കേട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്നും അപ്ലോഡ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അങ്ങ് ചെയ്യുന്നതാണ്. ഇതൊക്കെ തന്നെ ഒരു ധൈര്യം. ഇപ്പം അവർ ചോദിച്ചപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് കൂടി തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക കാച്ചിയണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കെ.